പഠിച്ചോണേ, മാഡത്തിൻ്റെ മുടി നന്നായിട്ട് പോരുന്നുണ്ടല്ലോ. പാവം, അസുഖം ഇന്ന് മാറും നാളെ മാറും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക. അത് അവരെത്തി തോന്നണല്ലോ. ഇതാവൂലോ റസൂലേ, ഇവിടെ പണിക്കുണ്ട് പറഞ്ഞ പെണ്ണ്. അതെ അമ്മയ്യെ, അമ്മയ്യൻ്റെ അകത്തേക്ക് കയറിക്കോളി. ഞാൻ ഈ ലഗേജുകളൊക്കെ ഒന്ന് അകത്തേക്ക് വെക്കട്ടെ. അതൊക്കെ ഈ പെണ്ണ് എടുത്തേക്കൂലേ? അമ്മായുടെ കുട്ടീൻ്റെ അകത്തേക്ക് കയറി. അമ്മായിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. ഈച്ചൻ്റെ അടുത്തപ്പോൾ എന്നെ പന്തം കണ്ട് പെരിശാതിനെ പോലെ ഇങ്ങനെ നോക്കിക്കണേ. പോയിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അകത്ത് കൊടുന്നേക്കാൻ നോക്ക്. അല്ലേ? ആ, ഞാൻ എടുത്ത് വെച്ചോളാം. സാറിൻ്റെ അകത്തേക്ക് കയറിക്കോളി. സാധനങ്ങളൊക്കെ ഞാൻ റൂമിൽ കൊണ്ടുവച്ചോളാം. വേണ്ട ഇഷത്ത്, ഞാൻ വെച്ചോളാം. ഇജ്ജ് അമ്മായിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്താളെ, യാത്ര ചെയ്ത് വരില്ലേ? ആ, ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, ഇപ്പം എടുക്കാം. അപ്പൊ കുടുംബത്തിന് ഒഴിവാക്കിയാലും ജീവിക്കാനുള്ള വാക്കൊക്കെ ഉണ്ടാക്കിക്കണം. എങ്ങനെയുണ്ട് അമ്മയ്യെ, വീടൊക്കെ ഇഷ്ടായ? പിന്നെ ഇഷ്ടാവാതെ നല്ല ഉഷാറായിട്ടുള്ള കാര്യം കൂടി. അമ്മായിക്ക് ഐശാനെ കാണണ്ടേ? ഓള് മുകളിലൊക്കെ എടുക്കണേ, വരി അങ്ങോട്ട് പോവാ. ഓള് മുകളിലൊക്കെ എടുക്കണേ, ഞാൻ അടുത്ത അമ്മായിയും വരാം. സാറേ, എന്താ ജ്യൂസ് കുടിച്ചിട്ട് കയറിക്കോളി രണ്ടാളും. എന്താ ആ അവിടെ ഒക്കെ ഞാൻ ഈ തൊള്ളയുള്ള വെറ്റിലടക്കം തുപ്പി കളയട്ടെ. ഇടവിട്ടത് ഇങ്ങനെ ചവച്ചുപ്പിയില്ലെങ്കിൽ ഒരു പൊറുതിയേടാണ്. എന്താ പെണ്ണ എൻ്റെ പേര്? ആയിഷ. എൻ്റെ പേരും അതന്നെ. എന്താ പെണ്ണ ഇത്? ഒരാഴ്ചക്കുള്ള മധുരം മൊത്തവും കുത്തി കലക്കി കൊടുക്കുക. അല്ല, അമ്മായിക്ക് മധുരം കൂടുതലായോ? സാരില്ല ഷാ, അനക്ക് അറിഞ്ഞിട്ട് ചെയ്തല്ലോ. ഞാൻ അമ്മായിനോട് ചോദിച്ചിട്ട് എങ്ങനെ ചാനൽസ് ചെയ്താൽ മതി. അമ്മായി എന്നാണ് മോളിക്ക് വരിട്ടാ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടെ. ആ, അമ്മായിയുടെ കുട്ടി ചെല്ലേ, ഞാൻ വരാം. അമ്മായിക്കത് മധുരം കൂടുതലാണെന്ന് വെച്ചാൽ കുടിക്കണ്ട, ഞാൻ മധുരമില്ലാത്ത വേറെ എടുക്കാം. ആ, ഇനിയിപ്പോൾ എന്തായാലും വേണ്ട. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട്, അതുപോലെ ഉണ്ടാക്കിയാൽ മതി. അല്ല, ഇജെന്താ പെണ്ണ കുളിക്കണോടത്തുനിന്ന് ഇറങ്ങി വന്നതാ? മേലൊക്കെ പാടിങ്ങനെ നനഞ്ഞൊട്ടിങ്ങാണ്ട് ആരാനൊരാണടുത്തുള്ളൂ പെരയില് ഇങ്ങനെയൊക്കെ നടക്കണ്ട്.
അത് പിന്നെ ഞാൻ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബെല്ലടിക്കണ കേട്ടപ്പോൾ പെട്ടെന്ന് ഓടി വന്നതാ. ഇനി ശ്രദ്ധിച്ചോളാം. ഇത് നല്ല കഥ. ഐശുട്ടിയെ ചുരുങ്ങാണോ? ആ, നിങ്ങൾ വന്നോ? അമ്മായി എന്തേക്കാ? അമ്മായി താഴെ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. അമ്മായിക്ക് എന്നോട് ദേഷ്യം കാണുക? അനക്ക് എന്താ ഐശുവോ? അമ്മായിക്ക് അങ്ങനെ എന്നോടും ദേഷ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരുവോ? ഞാൻ എന്റെ സർജറി കയ്യോളം ഇവിടെ ഉണ്ടാവും എന്നോട് പറഞ്ഞത്. ഇപ്പോഴൊരു സമാധാനമായത്. സർജറിയുടെ ഡേറ്റ് അടുക്കും തോറും സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു റിസിൽക്ക. ഐഷാനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ പറ്റുമോ? ഒരാളും കൂടി സ്വന്തം എന്ന് പറയാൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് ഓൾക്കും കൂടി ഒരു ആശ്വാസമല്ലേ? ഇനിയിപ്പോൾ എന്തായാലും ഐഷാക്ക് വീട്ടിൽ മിന്നുവിനെ നോക്കിയിരിക്കുകയാണെന്ന് വെച്ചാൽ അമ്മായിക്ക് ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ വരാനല്ലേ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വരി അമ്മായിയെ. മാഷാ അല്ലാ, അമ്മായിയുടെ കുട്ടി സുന്ദരിക്കുട്ടിയാണല്ലോ. വെറുതെ അല്ലട്ടോ റഷീലേ ഈ പെരക്കാർ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഈ മാണിക്കക്കടീനെ കൈവിടാതിരുന്നത്. ഇപ്പൊ സമാധാനായില്ല ഐശുവോ? അമ്മായിക്ക് ഓളോട് ദേഷ്യം ഉണ്ടാവുമോ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, എന്തിന്? അമ്മായിക്ക് അന്നും ഇന്നും അമ്മായിയുടെ മക്കളോട് ഒരു ദേഷ്യവും വെറുപ്പില്ല. പിന്നെ അതൊക്കെ പറയാനും മുണ്ടാനും നേരം കിട്ടണ്ടേ? അപ്പോൾ തന്നെ ഇവൻ അന്യം കൂട്ടിക്കാണ്ട് അവിടെ നാട് വിട്ടില്ലേ? പിന്നെ അമ്മായിക്ക് ഞങ്ങൾ എവിടെ എന്താന്നൊക്കെ ഒരു എട്ടും കൂടി. ഇപ്പോഴാ ഒരു സമാധാനമായത് അമ്മായിയെ. ഇന്ന കാരണം കൊണ്ട് റസീലാക്കാൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ഒന്ന് വിളിക്കുക പോലും ചെയ്യൂലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടമായിരുന്നു എനിക്ക്. ഇനി ഒന്നും സങ്കടം വേണ്ട. വിളിക്കലും വരവും പോക്കൊക്കെ ഇങ്ങനെ തുടങ്ങല്ലേ? ഒക്കെ ഈ അമ്മായി നോക്കിക്കോളാം. അതാ 1 മണിയായോ? മാഡത്തിന് ചോറ് കൊടുക്കട്ടെ. ഇനി എന്തിനും ഏതിനും ഈ അമ്മായി ഉണ്ടാവും കൂടെ. പോരെ അമ്മായിയുടെ കുട്ടികൾക്ക്? കാര്യങ്ങളൊക്കെ റഷീദ് പറഞ്ഞ് ദണ്ണക്കാരി ആലോചിച്ചിട്ടൊന്നും അമ്മായിയുടെ കുട്ടി ബേജാറാവണ്ട. ഒക്കെ പറ്റും ശരിയാക്കി തരും. അല്ല റഷീദെ, ഇവിടുത്തെ കാര്യങ്ങളും ചുറ്റുപാടൊക്കെ നോക്കാൻ ആ കാട്ടിൽ കാണാൻ പെണ്ണൊരുത്തി മാത്രമേ ഉള്ളൂ? അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? മാഡം, ഐഷാനെ കുറിച്ച് അമ്മായി ഇപ്പത്തെ ചോദിക്കണേ ഉള്ളൂ. ഇങ്ങോട്ട് പോരാ ഐഷ, എന്താ അവിടെ നിൽക്കണേ? മാഡത്തിൻ്റെ ഫുഡിൻ്റെ നേരമായി. ഇവിടെ വെച്ചോ ഐഷ, ഞാൻ ഇപ്പം തന്നെ കഴിച്ചോളാം കേട്ടാ. എൻ്റെ ഭക്ഷണത്തിനും മരുന്നിനൊക്കെ ഓൾക്ക് ഓരോ സമയമാണ്. അത് ആ സമയത്തോട് എന്നെ കൊണ്ട് കഴിപ്പിക്കും. സാറ് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണോ? അതൊന്ന് താഴത്തേക്ക് പോരുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. ഒറ്റക്കാണെങ്കിൽ ഐശു ഒന്നും കഴിക്കൂല. എനിക്കുള്ള ഫുഡും കണ്ടെടുത്തോ. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം റസിൽക്ക. ഇക്ക താഴെ പോയി കഴിച്ചോ. അമ്മായിയൊക്കെ ഉള്ളതല്ലേ, ഞാൻ കഴിച്ചോളാം. ഇജ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ ശരിയാവൂല. അമ്മായി ഐശും കൂടിയും കഴിച്ചോളൂ. അതും ശരിയാണ്. ഐഷി എന്നും താഴത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ടല്ലേ കഴിക്കല്. മീനൂട്ടുണ്ടാകുമ്പോൾ മാത്രമാണ് ഓൾക്ക് കൂടെ കഴിക്കാൻ ഒരാളുള്ളൂ. ഇനിയിപ്പോൾ ഓൾക്ക് കമ്പനിക്ക് അമ്മായി ഉണ്ടല്ലോ. 1 മണി 1:30 ആയില്ലേ? 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 1 മണി 1:30 ആയില്ലേ?
അനക്ക് പെരയും കൂടി ഒന്നും ഇല്ലേ പെണ്ണേ? ആ ഉണ്ട്, മലപ്പുറത്താണ്. അമ്മായിയെ ഇവളാണ് കേട്ടാ കുറേ ആയിട്ട് ഇവിടുത്തെ കുടിക്കാരി. എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഇവളോട് പറഞ്ഞാൽ മതി. എല്ലാ കാര്യങ്ങളും എന്നെക്കായി നന്നായിട്ട് ഓൾക്കറിയാം. ഞാൻ മാഡത്തിനുള്ള മെഡിസിനും കൂടി എടുത്ത് വെക്കട്ടെ, എന്നിട്ട് സാറിനുള്ള ഫുഡ് ഉണ്ട് കൊടുന്നേരട്ടാ. മരുന്നൊക്കെ എടുത്തന്നോളൂ ആയിഷ. ഈ ചിക്കാക്കുള്ള ഫുഡ് ഇങ്ങോട്ട് കൊടുത്താളെ, എന്നിട്ട് ഇജു അമ്മായിയും കൂടിയും കഴിച്ചോ, വെറുതെ നേരം കളയണ്ടല്ലോ. നന്നായി വരും, ഞാൻ ചോറൊക്കെ എടുത്തേക്കാം. എന്നാ പിന്നെ അമ്മായി താഴത്ത് പോയിട്ട് വല്ലതും തിന്നും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് വരാം. എന്നിട്ട് വന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് വർത്താനം പറയാം കേട്ടോ മോളെ? ആയിക്കോട്ടെ. അവിടെ എന്താ പെണ്ണെ? എൻ്റെ തുണിയും കുപ്പായൊക്കെ ഏത് റൂമിലെ വെച്ചിരിക്കണ്? ഞാൻ ചോറുണ്ണും മോനെ ഒന്ന് മേക്കൊക്കെ ചെയ്യാട്ടെ. ഇതാ സൈഡിലുള്ള റൂമാണ്. സോപ്പും തോർത്തൊക്കെ കബോർഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പഠിച്ചോനെ, കറിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ മാഡത്തിൻ്റെ ടേസ്റ്റിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മായിക്ക് ഇതൊക്കെ പറ്റിയാൽ മതിയായിരുന്നു. അമ്മായിയെ കുളി കഴിഞ്ഞങ്ങ് കഴിക്കാൻ പോരെ, എടുത്തു വെച്ചിക്കണേ. ഇത് വഴിയെടുക്കണില്ലേ? അപ്പൊ വെച്ചുണ്ടാക്കലൊക്കെ അവിടെ. അതെന്താ പെണ്ണ അടുപ്പിന്റെ ആയൊക്കെ മൂടിയിട്ടിക്കണ്? അപ്പൊ വെക്കലും ഉണ്ടാക്കലൊന്നും അടുപ്പത്തല്ലേ? ചോറ് അടുപ്പത്തുണ്ടാക്കും, കറികളൊക്കെ ഗ്യാസുമേ വെച്ചാൽ മതിയെന്ന് മാഡം പറഞ്ഞതാ. ഓൾക്ക് അങ്ങനെ എല്ലാം പറയാലോ, പൈസ പോണത് ഞങ്ങളെ ചെക്കൻ്റെ അല്ലേ. അമ്മായി വരെ ചോറുന്നാ. ആ കാണുന്നതാ തോന്നുന്നു പറമ്പിന്റെ അതിര്. പറമ്പൊക്കെ അമ്മാടുണ്ട്. അമ്മായി ഇരിക്കേ, ഞാൻ വിളമ്പി തരണോ? ഇന്റെ പ്ലേറ്റ് തുടല്ലേ? അല്ല, ഇജി എവിടുത്തെ കയറി കുത്തിരിക്കണേ? ഇജിപ്പ് ഇന്റെ കൂടെ കുത്തിരുന്ന് തിന്നാൻ കുത്തിരിക്കുക? അതല്ല കഥ. പെരപ്പണിക്ക് വന്നവരെ കൂടെ ഇരുന്ന് തിന്നേണ്ട ഗതിയോടൊന്നേ ഈ മൂച്ചിക്ക തറവാട്ടിലെ പാത്തുട്ടിക്ക് വന്നിട്ടില്ല. അമ്മായി ഇരുന്നോളി, ഞാൻ എന്നും ഇരിക്കും പോലെ അങ്ങോട്ട് ഇരുന്നേ ഉള്ളൂ. ആ, അങ്ങനെ ഒറ്റക്കായപ്പോ ചൊരുകൂട്ടം കാട്ടിക്കൂട്ടിട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും ഈ പാത്തൂന്റെ അടുത്ത് വില പോവൂല. നിജ വളമ്പച്ച ചോറ് ആരും വെച്ചിട്ടാ അതാണ്ട് എടുത്തിട്ട് ആ താഴത്തേക്ക് അവൾക്ക് അങ്ങനെ അവിടെ ഇരുന്നോ? ഓളൊപ്പം ഇന്ന് തിന്നാൻ വന്നു. എന്തേത്തത്? കുമ്പളങ്ങച്ചാറാ? മീൻ പൊരിച്ചത് നോക്കട്ടെ. എന്താ പെണ്ണ ഈ കുത്തി കലക്കി വെച്ചിരിക്കണത്? ഇങ്ങനെ ചാറുണ്ടാക്കുക മനുഷ്യന്മാർക്ക് തൊള്ളയിൽ വെച്ച് കൂട്ടാൻ പറ്റേണ്ടത്? എരിവില്ല, പുളിയില്ല. അത് പിന്നെ മാഡത്തിന് എരിവും പുളിയൊന്നും പറ്റാത്തതുകൊണ്ട് ഞാനും സാറും ഒക്കെ മാഡത്തിൻ്റെ രുചിക്കനുസരിച്ച് തന്നെ തിന്നലുള്ളൂ. അതാ. എണ്ണക്കാർക്ക് എരിവും പുളിയൊന്നും പറ്റില്ല വെച്ചിട്ട് പെരയല്ല ബാക്കി എല്ലാവരും ഇപ്പം അങ്ങനെ തിന്നണമെന്നാ? അതല്ല കഥയല്ല. ആ പേരും പറഞ്ഞാൽ പിന്നെ പെരയിലുള്ള പണിയും കാര്യങ്ങളും അത്രയും എളുപ്പമായല്ല. അല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല.
അമ്മായിക്ക് എങ്ങനെ ഇഷ്ടമുള്ള വെച്ചാൽ പറഞ്ഞാൽ മതി. നാളെ തൊട്ടിട്ട് ഞാൻ അമ്മായിക്കുള്ളത് വേറെ ഉണ്ടാക്കിക്കോളാം. എന്നാ പിന്നെ നാളെ മുതൽ തീറ്റും കൂടിയൊക്കെ ചെജ്ജഞ്ഞ്, അല്ലാതെ എന്നെ കൊണ്ട് പറ്റൂല ഇനിയിപ്പോൾ ഈ എരുമ്പുളി ഇല്ലാത്ത വെള്ളം വെച്ച് ചോറുന്നാൻ. അല്ല, കഴിക്കാണ്ട് എണീക്കല്ലേ അമ്മായിയെ? ഒരു 5 മിനിറ്റ്, ഞാൻ എരും പുളിയൊക്കെ ഉള്ള എന്തെങ്കിലും കറി പെട്ടെന്ന് ഉണ്ടാക്കി തരാം. നീ കുറെ എരുമ്പുളിയും വാരിട്ടിങ്ങാണ്ട് കുത്തിക്കറക്കി കൊല്ലാൻ നിൽക്കണ്ട, നല്ല വൃത്തിയിലായിക്കോട്ടെ. ഒരു 5 മിനിറ്റ് ഇപ്പം ഉണ്ടാക്കി തരാം. ഇത് നല്ല കഥ. ഇങ്ങനെ വെക്കാനും കുടിക്കാനാണെങ്കിൽ ഒരു പണിക്കാരത്തിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ. ഹായ്. അപ്പോൾ കഥയുടെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ ആയിഷാനെ പോലെ വീട്ടുജോലികളിലായിട്ടും അതുപോലെ ഒരുപാട് റിസ്ക് പിടിച്ച ജോലികളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന, കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്നവർക്കും അതുപോലെ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ജോബ് ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ജോലിക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും ഒരു മാനദണ്ഡമല്ല. പിന്നെ എന്താ പറയുക, വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഇത് നമ്മൾ സാധാരണ പോലെ സാധനങ്ങൾ വാങ്ങുക, അത് വിൽക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് വീട്ടിലിരുന്നിട്ട് കുറച്ച് സമയത്ത് കൊണ്ട് നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അവർക്കിപ്പോൾ കുറച്ച് ആളെ ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൽ ഒരു ഭാഗ്യം നിങ്ങൾക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഭാഗ്യം ഉണ്ട് വെച്ചാൽ നിങ്ങൾക്കും ആ ഒരു ജോലിയിൽ പങ്കുചേരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്പാദിക്കാമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും പ്രത്യേകിച്ച് എല്ലാ സ്ത്രീകളുടെ ഒരു സ്വപ്നമാണ്. അതൊരു പവറാണ്. നമുക്ക് എന്തെങ്കിലും കയ്യിൽ സ്വന്തമായിട്ടൊരു ക്യാഷ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മളെല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതിൽ പിന്നെ അഡ്മിഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമായിട്ട് തന്നെ തോന്നിയതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കുക. എല്ലാവരും സ്വന്തമായിട്ട് എന്താ പറയുക, ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടി നോക്കുക. ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ട കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് യൂസ് ആക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ ഉണ്ടാകും. അവർ കാര്യങ്ങൾ പറഞ്ഞുതരും. മാസം 15,000 രൂപ വരെ നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോബും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കഥയിലേക്ക് പോകാം. എൻ്റെ പഠിച്ചനെ വല്ലാത്തൊരു ദിവസമായി പോയി. മീനോട്ടി വരും മുന്നേ കുറച്ചേരം നേരം പോയി കിടന്നാലോ? ഇമ്മക്ക് ആയിഷാത്താനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അതൊക്കെ ആയിഷാത്താൻ്റെ നമ്പറാണ്. ആയിഷാത്താൻ്റെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ട്. ആയിഷാത്ത ചോദിക്കുമ്പോൾ അവരിങ്ങനെ ക്യാഷ് എടുത്തു കൊടുക്കാൻ അവരെന്താ പൊട്ടന്മാരാണ്? സാറിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാന്നൊക്കെ ആയിഷാത്ത വെറുതെ പറഞ്ഞതാ. അമ്മ കൂടുതൽ ആവശ്യങ്ങളൊന്നും പറയാണ്ടിരിക്കാനുള്ള ആയിഷാത്താൻ്റെ നമ്പറാ അത്. ആദ്യം പറഞ്ഞതിലും കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഓലിങ്ങനെ കടം കൊടുക്കാൻ നിൽക്കുമോ? നേരെ വെച്ചിരുന്നല്ലോ. ഓളോട് ഞാൻ പണിയൊക്കെ ഒതുങ്ങിയൊക്കെ ഒന്ന് വിളിക്കാൻ പറഞ്ഞതാ. അമ്മക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞത് അതും മറന്നു. ഹലോ, അമ്മ പറ.
എന്ത് പറയാന്? അന്നോട് ഞാൻ എൻ്റെ പണിയൊക്കെ ഒതുങ്ങുമ്പോ ഒന്നുകൊണ്ട് വിളിക്കാൻ പറഞ്ഞതല്ലേ. നേരെ ഇപ്പം എത്രയായി? പണിയൊക്കെ ഇപ്പണ്ട് കഴിഞ്ഞിട്ടുള്ളൂ മാ. ഒക്കെ കഴിഞ്ഞ് ഞാൻ തോന്നിട്ട് കിടന്നിട്ടുള്ളൂ. അത് ശരി. സ്വന്തം തള്ളക്കൊന്ന് വിളിക്കാൻ കൂടി നേരമില്ലാണ്ടേ ഇജ്ജ് സുഖമായിട്ട് ഇപ്പൊ അവിടെ കിടക്കാൻ നിൽക്കുക? എന്താ ഉമ്മ പറഞ്ഞോ? പറയാനൊന്നുമില്ല. ലോണിന്റെ കാര്യത്തിൽ എന്താ എന്റെ തീരുമാനം? അത് ഈ മാസം തന്നെ അടിച്ചു തീർക്കല്ലേ? അതാണോ? ഇനി ഈ കമ്പനിക്കാരും കൂടി അല്ലേ ഉമ്മ അടുക്കാനുള്ളൂ. അത് നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാ വായിച്ച? അയക്കിഞ്ഞൊരു 50,000 കൂടി അല്ലേ അടക്കാനുള്ളൂ. അതെന്തിനാ നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ നിൽക്കണത്? അതും കൂടി ഈ മാസം കൊണ്ട് അടക്കാം. ഇമ്മ എന്താ ഈ പറഞ്ഞത്? ഈ മാസം ചെലവിനുള്ളത് തന്നെ അയക്കാണ്ടാവുള്ളൂന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ തന്നെ സാറിന് കൊടുക്കാൻ ഒരുപാടുണ്ട്. അയക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. ആദ്യം ലോണിന്റെ ഇടപാടുകളാണ്ട് തീർക്കാം. ഇന്നലെ തന്നെ ഇപ്പൊ സ്വപ്നത്തിൽ വന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു. എന്തമ്മ പറഞ്ഞേ? പിന്നെ ഇപ്പാനെ സ്വപ്നം കണ്ടോ? നിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിനക്ക് എന്തോരം ബോധ്യമുണ്ടെന്നറിയോ? സ്വപ്നത്തിലെങ്കിലും ഇപ്പാനൊന്നും കൂടി കാണാൻ വേണ്ടിട്ട്. പലിശടപാട് വെച്ചിട്ടാണ്ട് പോയതല്ലേ ആള്. അതിന്റെ ഇടങ്ങറ് സ്വപ്നത്തിലാണെങ്കിലും എന്നോടല്ലാണ്ട് വേറെ ആരോട് വന്ന് പറയാനാ? ഇമ്മ ടെൻഷനാവണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഇമ്മ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ബാങ്കിൽ കടം വെച്ചിങ്ങാണ്ടിരുന്നിട്ട് അത് ഇപ്പാക്കൊരു ഇടങ്ങറാണെങ്കിൽ അത് ആദ്യം തീർന്നോട്ടെ. ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും അയച്ചുതരാം. അപ്പം ഉമ്മയുടെ കുട്ടി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ പൈസ കൊണ്ട് വിട്ടാളട്ടാ. അയക്കുമ്മ. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. മീനൂട്ടി ക്ലാസ് കഴിഞ്ഞ് വരാൻ നേരമായി. ഞാൻ ഓൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ. എന്നാ എൻ്റെ പണിയോട് നടക്കട്ടെ. ഇജ്ജ് എന്തായാലും പൈസയുടെ കാര്യങ്ങൾ മറക്കല്ലേട്ടാ. ആണായാലും പെണ്ണായാലും കുടുംബത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരുപാട് പേർ ഇന്നും നമുക്കിടയിലുണ്ട്. എരുതിയിലെ എണ്ണ പോലെ അമ്മായിയുടെ ഈ വരവ് ആയിഷയുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കുന്നു. എല്ലാവരുടെയും നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്ന ഇവൾക്കും ഒരു നല്ല കാലമുണ്ട്. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമ.